കർത്താവായ ക്രിസ്തുവേ, നിന്റെ മകന്റെ പാപം പൊറുക്കണം. ഞാനൊരു സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. എന്നേക്കാൾ നല്ലൊരുവൻ ഈ ലോകത്ത് വേറെ എങ്ങും ഉണ്ടാവില്ല. എന്താ നിന്റെ വലിയ പുണ്യവാന്മാരെ ലിസ്റ്റിൽ പെടുത്തണമെന്ന് പറയാമെന്നതാണോ? അല്ല അച്ചു, ഇത്രയൊക്കെ നല്ലവനായിട്ടും എനിക്കൊരു ജോലിയില്ല. ഇത് കുമ്പസാരക്കൂടാണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല. ഇതൊക്കെ എനിക്കും അറിയാം അച്ചു, പക്ഷെ ഞാനിത് അച്ഛനോടല്ല മറ്റാരോട് പോയി പറയാന്? നീ ഒരു കാര്യം ചെയ്യ്, നന്മ അറിഞ്ഞ പറയും ചൊല്ലി മാതാവിന് കാഴ്ച വെച്ചിട്ട് പോകും. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. ഓ കർത്താവായ ക്രിസ്തുവേ, രോഗങ്ങളെ പൊറുക്കണമേ. അതവിടെ വെച്ചേ. ഈ വയറും വെച്ചോണ്ട് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പോയി കിടന്നേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോയെ പോയെ. മോളെ ഇങ്ങു വന്നേ, വാ. ഇതെത്രയാ? 8. ആ, ഈ സമയത്ത് ആ പെണ്ണുങ്ങൾ മേലനങ്ങി പണി ചെയ്യേണ്ടത്, എന്നാലേ സുഖപ്രസവം നടക്കൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് വല്ലതും അറിയാമോ? കോരങ്ങന്മാര്. അവര് ഭാര്യമാരെ താഴത്ത് വയ്ക്കില്ല, തലയിൽ വയ്ക്കില്ല. ഓഹോ, എന്നാലും നിന്റെ ചെക്കൻ ആള് സ്നേഹമുള്ളവനാ. നീ ഭാഗ്യം ചെയ്തവളാ മോളെ. അമ്മച്ചി, ഇന്ന മാവ് കാശ് കാശ്. ഇന്നാ. ഇനി അമ്മച്ചി അരി ആട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ അവിടെ വന്ന് അരി വാങ്ങി ആട്ടിച്ച് തിരിച്ച് അവിടെ എത്തിച്ചോളാം കേട്ടാ. വിട്ടെ വിട്ടെ വിട്ടെ. ഞാൻ പോട്ടെ മോളെ. നീ വാ, നീ വാ. മിണ്ടരുത്. എന്തിനാ ഇതൊക്കെ? ഒരു സ്ത്രീയും പുരുഷനും കൂടെ സ്വൈരമായിട്ട് ജീവിക്കുന്നുണ്ട സഹിക്കില്ല. കിളവിയുടെ കണ്ണ്. ഉപ്പ് അവിടെ, ഉപ്പ് ഉപ്പ് ഇവിടെയുണ്ട്. ആ ഉപ്പ് ഉപ്പ് ഉപ്പ്. മിണ്ടരുത്, ഞാൻ മിണ്ടാൻ പാടില്ല. ആ തുപ്പ് തുപ്പ് തുപ്പ്. ആ പൊട്ടണ കണ്ട, കണ്ണ് പൊട്ടണ കണ്ട, കിളവിയുടെ കണ്ണ് പൊട്ടണ കണ്ട. കരീംഭായി അത്യാവശ്യമായിട്ടൊന്ന് കാണുമെന്ന് പറഞ്ഞു. വേമ്പ നേടണം എന്ന് കരീംഭായി മനസ്സിൽ കരുതിയാൽ നേടും, നേടിയിരിക്കും. ആ നേട്ടങ്ങൾ പങ്കുവെക്കാൻ എന്റെ ചങ്ങാതിമാർ കൂടെ ഉണ്ടാവും. ഒന്നും മറന്നിട്ടില്ല, മറക്കുകയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ, അത് തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല സാർ. ആൻഡോ, കളിക്കുന്നെങ്കിൽ ലക്ഷങ്ങൾക്ക് വേണ്ടി കളിക്കണം. ഒരു ഗ്രൈൻഡിങ് മെഷീൻ വെച്ച് മാവാട്ടി കിട്ടുന്ന കാശുകൊണ്ട് നീ എന്ത് സമ്പാദിക്കാൻ? എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ല സാർ. സോ ദെൻ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അവസാന ഗെയിമായി കരീംഭായിക്ക് വേണ്ടി ആൻഡോ ഇത് ചെയ്യുന്നു. ഇല്ല സാർ, ഞാനിത് ചെയ്യില്ല. ചെയ്യും, ചെയ്തിരിക്കും. വേണ്ട, ഭീഷണിയുടെ സ്വരം വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ളവനാണ് ഈ ആന്റണി. പക്ഷെ ഇനി എനിക്ക് ജീവിക്കണം. എനിക്ക് വേണ്ടിയല്ല, എന്റെ ആലിസിനും ഞങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും വേണ്ടി. വരട്ടെ. ആന്റണി, ആന്റണി ഒരിക്കൽ പറഞ്ഞാൽ അത് വാക്കാണ്. എവിടെ ആന്റണി? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? വെറുതെ എന്നെ പറ്റി. ആ
എസ് ഐ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഒക്കെ കരിമ്പായി ആൾക്കാരാണല്ലോ. കുഞ്ഞിനെങ്കിലും